4 ദിവസത്തിന് മുമ്പാണ് വീണ വിജയൻ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായത്. നിലവിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 29-ാം തീയതി കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനായിട്ട് വീണ വിജയന് സമൻസ് അയച്ചിരിക്കുന്നുവെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ 9 മണിക്കൂറാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ ചോദ്യം ചെയ്തത്. അതായത് രാവിലെ 10:30 മണിയോടുകൂടി തുടങ്ങിയ ചോദ്യം ചെയ്യൽ അവസാനിച്ചത് രാത്രി ഒരു 8:30-9 മണിയോടുകൂടിയാണ്. അതിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകളുണ്ട് എന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരുന്നു. 172 ചോദ്യാവലികളാണ് വീണയ്ക്ക് നേരെ ചോദിക്കാനായിട്ട് ഇ ഡി ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയത്. അതിലുള്ള പകുതി ചോദ്യങ്ങൾക്കും മനസ്സറിവില്ല, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ, അതായത് ഒഴുക്കം മട്ടിലുള്ള മറുപടിയാണ് വീണ വിജയൻ നൽകിയത്. അതിൽ കൂടാതെ വീണ വിജയനെ ചോദ്യം ചെയ്തതിന് മുമ്പായിട്ട് CMRL ഉദ്യോഗസ്ഥർ ശശീന്ദ്രൻ കർത്ത, ഭാര്യ ജയ കർത്ത, അവരുടെ മക്കളെ അടക്കം ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരു ചോദ്യാവലി തന്നെ തയ്യാറാക്കിയത്. ആ ചോദ്യം ചെയ്യലാണ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്ക് മനസ്സറിവില്ല എന്നടക്കമുള്ള ഉത്തരങ്ങൾ വീണ വിജയൻ നൽകിയത്. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വീണ വിജയനെ വീണ്ടും വിളിക്കും എന്നുള്ള ഒരു നിർണായകമായ ഒരു വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. കാര്യം വീണ നൽകിയ മൊഴിയും അതോടൊപ്പം തന്നെ അതിനു മുമ്പേ CMRL ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയും എല്ലാം കൂടെ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ വീണയെ വീണ്ടും വിളിക്കുമെന്ന ഒരു നിർദ്ദേശം തന്നെ നൽകിയത്. കൂടാതെ 2 ദിവസത്തിന് മുമ്പാണ് വീണയുടെ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള HDFC ബാങ്കിലെ വീണയുടെ ലോക്കർ തന്നെ പരിശോധിച്ച് ലോക്കർ വീണയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥർ ഒരു പരിശോധന നടത്തിയത്. പിണറായി വിജയന്റെ വാടക വീട്ടിൽ, അതായത് വഴുതക്കാടുള്ള വാടക വസതിയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ അന്ന് റെയ്ഡ് നടത്തിയ സമയത്ത് തന്നെ ഈ HDFC ബാങ്കിലെ ലോക്കർ അന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ ഫ്രീസ് ചെയ്തിരുന്നു. കൂടാതെ 241 അക്കൗണ്ടുകളും കൂടെ ഫീസ് ചെയ്തിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ HDFC ലോക്കറിൽ ഒരു പരിശോധനയൊക്കെ നടത്തിയപ്പോൾ അതിൽ നിന്നുമുള്ള വ്യക്തമായ ഒരു തെളിവുകളൊന്നും ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ മാസമാണ് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക്, അതായത് കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ കടന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളുണ്ട്. ആ HDFC ബാങ്കിൽ ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപ ഉണ്ട് എന്നാണ് വീണ മൊഴി നൽകിയത്. 1 മാസത്തിനുള്ളിൽ ഈ അക്കൗണ്ട് എല്ലാം കണ്ടുകെട്ടണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ CMRL ഉൾപ്പെടെയുള്ള 241 അക്കൗണ്ടുകൾ ഇ ഡി ഉദ്യോഗസ്ഥർ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ കണ്ടുകെട്ടി അത് അക്ജോർഡിംഗ് അതോറിറ്റിയെ 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാസപ്പടി കേസിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡും അതോടൊപ്പം തന്നെ SFIയും നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ആദ്യം ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡ് ഇതിൽ ഒരു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇവർ നേരെ അത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷിക്കുന്നു. അതിനുശേഷം ഇവിടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് SFIക്ക് വ്യക്തമായി ഒരു തെളിവ് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ SFI ആണ് ഇ ഡി അന്വേഷണം വേണമെന്നൊരു ശുപാർശ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ECIR രജിസ്റ്റർ ചെയ്യുന്നതും, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടിയിലേക്ക് പോകുന്നതും. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചോദിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2.78 കോടി രൂപ വീണ വിജയന് CMRL എന്തിന് നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെയ്യാത്ത സേവനത്തിനാണ് പണം നൽകിയതെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വീണ നൽകിയ മൊഴി എന്ന് പറയുന്നത് ചില മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ട്, CMRLുമായി ബന്ധപ്പെട്ട് ചില മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ട്. ആ മീറ്റിംഗിന്റെ മിനിറ്റ്സോ അല്ലെങ്കിൽ കരട് രേഖയോ ഉണ്ടോ എന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേപ്പർ വർക്കുകളും എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള ഒരു മൊഴിയാണ് വീണ വിജയൻ നൽകിയത്. കൂടാതെ എൻ്റെ സ്ഥാപനം, അതായത് എസ്ലോജിക്കൽ എന്ന് പറയുന്ന കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന എസ്ലോജിക്കൽ എന്ന സ്ഥാപനം എന്ന് പറയുന്നത് ഒരു IT കമ്പനിയാണ്. ഈ IT കമ്പനിയിൽ ഞാൻ കുറച്ച് സേവനങ്ങൾ CMRL നൽകിയിട്ടുണ്ട് എന്നാണ് വീണ വിജയൻ പറഞ്ഞത്. അത് എന്ത് സേവനങ്ങളാണ്? ഒരു സേവനം നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ പേപ്പർ വർക്കുകൾ ഉണ്ടാകും, എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും എൻ്റെ കയ്യിലില്ല എന്ന് വീണ വിജയൻ പറയുന്നു. കൂടാതെ ഈ വീണ വിജയന്റെ എസ്ലോജിക്കൽ കമ്പനി CMRLുമായിട്ടല്ല ഒരു ബന്ധം. കൂടാതെ CMRLന്റെ ഒരു സഹോദര സ്ഥാപനമുണ്ട്, എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം. അവരുമായിട്ടൊരു ബന്ധമുണ്ട്. അവർക്ക് ഘട്ടം ഘട്ടമായിട്ട് അല്ലെങ്കിൽ പടിപടിയായിട്ട് വീണ വിജയൻ അവിടെ 50 ലക്ഷം രൂപ വീണ വിജയന് എംപവർ ഇന്ത്യ വഴി ലഭിച്ചു എന്നതാണ് ഇ ഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ ഇ ഡി ചോദ്യം ചെയ്തതിൽ 1-ാം ഘട്ട ചോദ്യം ചെയ്തതിൽ ഇ ഡിയുടെ ചോദ്യങ്ങൾ എല്ലാം ഈ വീണ നൽകിയത് തെറ്റായ മൊഴിയാണ്. അതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊരുത്തക്കേടുണ്ട്, കള്ളത്തരങ്ങൾ നിറഞ്ഞ മൊഴിയാണ് വീണ വിജയൻ ഇ ഡിക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ 2-ാം ഘട്ട ചോദ്യം ചെയ്യൽ വലിയ രീതിയിലുള്ള ഒരു ഗൗരവം നിറഞ്ഞതായിരിക്കും. കൂടാതെ 2-ാം ഘട്ട ചോദ്യം ചെയ്യലിൽ മണിക്കൂറുകളോളം എടുക്കാനുള്ള സാധ്യത ഉണ്ടാകും. കൂടാതെ അന്നത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞില്ല എങ്കിൽ വീണ വിജയനോട് കൊച്ചിയിൽ തന്നെ നിൽക്കാനും പിറ്റേ ദിവസം ഹാജരാകാനുമുള്ള ഒരു നിർദ്ദേശം ഇ ഡി ഉദ്യോഗസ്ഥർ നൽകും. അങ്ങനെയെങ്കിൽ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക്, അതായത് 2-ാം ഘട്ട ചോദ്യം ചെയ്യലിൽ 1-ാം ഘട്ട ചോദ്യം ചെയ്യലിന് സമാനമായ
കൃത്യമായ രീതിയിലുള്ള ഉത്തരമാണ് നൽകുന്നത്, അല്ലെങ്കിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ മനസ്സിലില്ല, മനസ്സറിവില്ല എന്നൊക്കെയുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു ചോദ്യം, ഒരു ഉത്തരമാണ് വീണ വിജയൻ നൽകുന്നതെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ ഉള്ള ഒരു കാര്യങ്ങളിലേക്ക് വീണ വിജയനെ കൊണ്ടുപോകും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. കൂടാതെ വീണ വിജയന്റെ സ്വത്തുകളടക്കം കണ്ടുകെട്ടുന്ന ഒരു രീതിയിലേക്ക് ED ഉദ്യോഗസ്ഥർ പോകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വീണ മൊഴി നൽകിയതിൽ താൻ സേവനം നൽകിക്കൊണ്ട് 2.78 കോടി രൂപ കൈപ്പറ്റി എന്ന് വീണ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് എന്തിനാണ് എന്ന ചോദ്യത്തിനാണ് വീണ വിജയന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പറ്റാത്തത്. അതിൽ ഒരു കള്ളപ്പണം വെളുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, അല്ലെങ്കിൽ മാസപ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, മാസം മാസം ചെയ്യാത്ത ഒരു സേവനത്തിൽ, അല്ലാതെ വെറുതെ ഒരു കമ്പനി വീണയ്ക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപ നൽകുന്നു എന്നതിൽ അത് കള്ളപ്പണം വെളുപ്പിക്കേണ്ട ഒരു നിയമത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ED ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുന്നത്. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് വീണ കൃത്യമായ ഒരു ഉത്തരവുകൾ, അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട, അതായത് ഒന്നാം ഘട്ട ചോദ്യം ചെയ്യലിന് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞ രേഖകളൊന്നും തന്നെ വീണ വിജയൻ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടികളിലേക്ക് ED ഉദ്യോഗസ്ഥർ കടക്കുമെന്നാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്.